ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു 100% ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തരട്ടെ. ക്ലൈമാക്സിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് ഞെട്ടും. സത്യം പറയാം, ശരിക്കും നിങ്ങൾ ഞെട്ടും. അതായത് ഒരു ക്രൈം നടക്കുകയാണ്, അതിന്റെ പിന്നാലെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നടക്കുകയാണ്. അവസാനം ഇവരെ ആ ഒരു രഹസ്യം കണ്ടുപിടിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്ന ആ ഒരു മാസ്റ്റർ പ്ലാൻ അത് മനസ്സിലാക്കുമ്പോൾ ആ ഒരു ഞെട്ടലുണ്ടല്ലോ, അടിപൊളിയാണ്. 100% വൃത്തിയായിരിക്കും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ. എന്തായാലും ഈ കഥയിലേക്ക് നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവല്ലേ. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. കുറെ പേർക്ക് അറിയായിരിക്കും, നമ്മുടെ ചാനലിന്റെ ലൈസൻസ് കുറച്ച് ദിവസത്തേക്ക് നല്ല ഇപ്പൊ നിലവിൽ റിജക്ട് ചെയ്തിട്ടാണുള്ളത്. ചെറിയൊരു വിഷയം ഉണ്ടായി. എന്തായാലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ട്. അതുവരെ ഈ ചാനൽ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ ചാനലിന് ഇനി ഒരു രൂപ പോലും എനിക്ക് കിട്ടില്ല. അപ്പൊ താൽക്കാലികമായിട്ടുള്ള ഒരു റവന്യൂക്ക് വരുമാനം കുറച്ചൊക്കെ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ടാമത്തെ ചാനൽ വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൽ എത്ര വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പൈസ കയ്യിൽ നിന്നും കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യത്തെ വീഡിയോ കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കുകയല്ലേ. കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വലിയൊരു അപ്പാർട്ട്മെന്റിന് തീ പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തി. കുറെ പേർക്കൊക്കെ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പേടിയായിരുന്നു. എന്നാലും ധൈര്യം ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസർ സേവിയർ ഇപ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോയിട്ട് സാഹസികമായിട്ട് തന്നെ ഒരു വൃത്തിയായിട്ടുള്ള സ്ത്രീയെ രക്ഷപ്പെടുത്താണ്. പുറത്തേക്ക് വന്നപ്പോഴാണ് സ്ത്രീ പറയുന്നത് അവരുടെ ഹസ്ബൻഡ് ഇപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെ പെട്ടുകിടക്കുകയാണ്. ഇപ്പൊ സേവി അതിന്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറയുന്നുണ്ട്, ഇത് നമ്മുടെ ജോലിയല്ല, ഡേഞ്ചർ ആണ്, പോവല്ലേ, ഫയർഫോഴ്സിന്റെ ആളുകൾ വരുന്നുണ്ട് എന്ന്. ഇതൊന്നും കേൾക്കാതെ സേവി അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. അടുത്ത നിമിഷം തന്നെ ആ ഒരു വീട് പൊളിഞ്ഞു വീണ് സേവി മരണപ്പെടുകയാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞു കുറച്ചധികം മാസങ്ങളായിട്ടുണ്ട്. ഇപ്പൊ സേവിയുടെ അച്ഛനെ കാണിക്കുകയാണ്. അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ തന്നെയാണ്. അത്യാവശ്യം നല്ലോണം പ്രായമായിട്ടുണ്ട്. കോസ്മി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇനി 2-3 ദിവസം കൂടിയുള്ളൂ അദ്ദേഹം റിട്ടയർഡ് ആവാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ കോസ്മിക്ക് രണ്ടാമതൊരു മകൻ കൂടി ഉണ്ട്. അവന്റെ പേര് ജോർജ് എന്നാണ്. പോകുന്നത് വരെ അവനെ വാതിൽ തട്ടി വിളിക്കുന്നുണ്ട്, എന്നാൽ അവൻ എണീക്കുന്നില്ല. സമയമായതുകൊണ്ട് തന്നെ ഇപ്പൊ കോസ്മി അവിടെ നിന്ന് പോവാണ്. കോസ്മി പോയി കഴിഞ്ഞപ്പോൾ ജോർജ് ആ വാതിലൊക്കെ വന്ന് തുറക്കാണ്. ആള് കുറച്ച് ഫാറ്റ് ആയിട്ട്, അത്ര ഒരു മെച്യൂരിറ്റി ഒന്നും കാണിക്കുന്ന ഒരു പയ്യനല്ലേ ഈ ജോർജ്. ഇവന്റെ ലോകം എന്ന് പറഞ്ഞാൽ കുറെ കോമിക്സ്, അതുപോലെ തന്നെ സൂപ്പർ ഹീറോസ്, ഇതൊക്കെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അവൻ. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള ഡേവിഡിനെ കാണിക്കുകയാണ്. ഡേവിഡിന്റെ അടുത്തേക്ക് ഇപ്പോൾ കോസ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഒരു പ്രായമായിട്ടുള്ള ഇൻസ്പെക്ടർ വരെയാണ്. അതായത് കോസ്മി ഇപ്പോൾ റിട്ടയർഡ് ആവാൻ പോകുമല്ലോ. അപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് ഇനി വരാൻ പോകുന്നത് ഈ ഡേവിഡാണ്. അപ്പോൾ 1-2 ദിവസം അവന്റെ കൂടെ നടന്നുകൊണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ അവനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരു മർഡർ റിപ്പോർട്ട് ചെയ്തു. ആ ഭാഗത്തേക്ക് ഇപ്പോൾ ഡേവിഡും കോസ്മിയും കൂടെ ചെല്ലുകയാണ്. കൊലപാതകം നടന്നിരിക്കുന്നത് ബേസ്മെന്റ് പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അത്യാവശ്യം ഡാർക്ക് ആയിട്ടുള്ള ആരും പോവാത്തൊരു സ്ഥലമാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഈ ബോഡി ബിൽഡേഴ്സ് ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ്, അതുപോലെ തന്നെ പൗഡേഴ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടുത്തെ ഷെൽഫിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെസ്റ്റിന് ബെഞ്ച് പ്രസ്സിൽ അടിക്കൂലേ, ആ ഒരു പൊസിഷനിൽ ഈ ബെഞ്ച് പ്രസ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. ഇയാളുടെ ശരീരമൊക്കെ ഭയങ്കര മസിലും ബൾക്കൊക്കെ ആയി നിൽക്കുന്നുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണുന്നത്. ഈ ഡേവിഡ് ആണെങ്കിൽ ഒരു ഭാഗത്തേക്ക് പോയിട്ട് നന്നായിട്ട് വാള് വെക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കോസ്മി വന്നിട്ട് ഡേവിഡിനോട് പറയാണ്, നമുക്ക് എന്തായാലും ഈ മരണപ്പെട്ട ആളുടെ വീടുണ്ടല്ലോ അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കണം. ഇയാള് സാധാരണ ഒരു പ്രൊഫസറാണ്. ഇയാളുടെ വീട്ടിലേക്ക് എത്തി അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നേരത്തെ കണ്ടതുപോലെയുള്ള ഭീമാകാരമായിട്ടുള്ള ബൾക്കി ആയിട്ടുള്ള ഒരു ബോഡിയൊന്നും അല്ല ഇയാളുടെ. ഒരു മെല്ലിച്ച ശരീരമാണ്. മാത്രമല്ല ഇയാളുടെ ശരീരം സാധാരണ ഈ എന്താ പറയാ വൈറ്റ് കളറാണ്. എന്നാൽ മരണപ്പെട്ട് കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിനൊക്കെ വല്ലാത്തൊരു എന്താ പറയാ സ്കിന്നിനൊരു ഗ്രേ കളറായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൊലപാതകി അവൻ തന്നെയാണ് ഈ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കൊടുത്ത് അയാളുടെ ശരീരം വലുതാക്കിയതും അയാളുടെ സ്കിന്നിന്റെ നിറം അത് മാറ്റിയെടുത്തതും. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ ഇതുപോലുള്ള പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നേരെ ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതുപോലൊക്കെയാണ് വിഷയങ്ങൾ. ഒരു മെല്ലിച്ച ആൾ തന്നെയാണ് പ്രൊഫസർ. പക്ഷേ ഇയാളുടെ ശരീരത്തിലേക്ക് ഒരുപാട് സ്റ്റിറോയിഡ്സ്, അതുപോലെ തന്നെ പൗഡേഴ്സ് ഇതെല്ലാം കൊടുത്ത് ഇയാൾ ആ ഒരു കൊലപാതകയാണ് ഈ കോലത്തിലാക്കി മാറ്റിയത്. അതുപോലെ തന്നെ വേറെ എന്തോ ഒരു കെമിക്കൽ അത് ഉപയോഗിച്ചിട്ടാണ് സ്കിന്നിന്റെ കളർ ഇയാൾ മാറ്റിയത്. ഇതേ സമയത്ത് തന്നെ വാതിലും തുറന്നുകൊണ്ട് ഒരു ലേഡി ഉള്ളിലേക്ക് വരുന്നുണ്ട്. അവരുടെ വസ്ത്രം എന്ന് വെച്ചാൽ കുറച്ച് ഈ കോമിക് ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ ഇടുന്നത് പോലുള്ള വസ്ത്രമായിരുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഡേവിഡ് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഇറങ്ങി പോകുന്നൊക്കെ പറയാണ്. ഇപ്പൊ കോസ്മി പറയാണ്, മിണ്ടാതിരിക്കുക, അതാണ് നമ്മുടെ മേഡെന്ന്. ഇത് കണ്ടപ്പോൾ ഡേവിഡ് ആകെ ഞെട്ടിപ്പോയി. ഇതാണ് ഞങ്ങളുടെ മേഡോ, നീ ഒന്ന് മിണ്ടാതിരിക്കുക. എന്തായാലും ഇതേ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വന്ന ഈ ഒരു ഓഫീസർ ഉണ്ടല്ലോ ലേഡി, ഇവരാണ് നമ്മുടെ കഥാനായിക നോർമ വന്നിട്ട് കോസ്മിയോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങളിപ്പോൾ റിട്ടയർഡ് ആകാൻ പോവല്ലേ, പിന്നെ എന്തിനാ ഈ കേസിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇപ്പൊ കോസ്മി പറയാണ്, അത് പിന്നെ മോളെ ഞാൻ പോയാൽ എന്റെ ഈ പൊസിഷനിലേക്ക് വരാതിരിക്കുന്ന ഡേവിഡ് അല്ല, അപ്പൊ അവന്റെ കൂടെ നടന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതൊന്നും വേണ്ട, നാളെ രാവിലെ വരിക, ഓഫീസിൽ വന്നിട്ട് സൈൻ ചെയ്യുക, എന്തെല്ലാം കിട്ടാനുണ്ടോ അതെല്ലാം മേടിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോയിരിക്കുക. ഇനി നിങ്ങളുടെ സേവനമൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡേവിഡിന്റെ കൂടെ ഇനി കോസ്മിക്ക് വരാൻ കഴിയില്ല. കോസ്മി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകണം. അതുപോലെ തന്നെ ഡേവിഡ് അവൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. അതായത് അടുത്ത കൊലപാതകം നടന്നിരിക്കുന്നു. ആ സ്ഥലത്തേക്ക് വേഗം തന്നെ ഡേവിഡ് എത്തുകയാണ്. ഒരാളെ കൊന്ന് പബ്ലിക്കായിട്ട് അയാളുടെ ബോഡി വെച്ചിരിക്കുകയാണ്. അയാളുടെ ശരീരം മുഴുവൻ ഒരു ഇരുമ്പിന്റെ കവചം കൊണ്ട് മൂടിയിരിക്കുകയാണ്. മാത്രമല്ല ഇയാളുടെ ഹൃദയം തുറന്നുകൊണ്ട് പുറത്തേക്ക് വെച്ചിട്ടുമുണ്ട്. ഇതുപോലെ തന്നെ ഇയാളുടെ വായിൽ എന്തോ ഒരു പേപ്പറിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് അത് ലാബിലേക്ക് ടെസ്റ്റിന് അയക്കാൻ വേണ്ടി ഡേവിഡ് പറയാണ്. ആ പേപ്പറിന്റെ കഷ്ണം അല്ലാതെ വേറെ എവിഡൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇതേ സമയത്ത്
സമയത്തിന് കോസ്മി വീട്ടിലിരുന്നുകൊണ്ട് ആ ഒരു കേസിനെ കുറിച്ച് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആദ്യം മരിച്ച ആളുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ, ഇതിന്റെ ആ ഒരു ഫോട്ടോ എല്ലാം കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ജോർജ് ഉണ്ടല്ലോ, അവൻ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇയാളുടെ ബോഡി ഒരുമാതിരി ഹൾക്കിന്റെ ബോഡി പോലെ. ഇതേ സമയത്തിന് കോസ്മി പറയണ അയാളുടെ ശരീരം അങ്ങനെ ആക്കി വെച്ചു ആ ഒരു കൊലപാതകി, പക്ഷെ ഹൾക്കിന്റെ ബോഡി എന്ന് പറഞ്ഞാൽ അത് പച്ച നിറമല്ലേ. ഇതേ സമയത്തിന് ജോർജ് പറയാണ് എന്റെ പൊന്നച്ച, കോമിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിൽ അറിയുന്ന എന്നോട് ചോദിക്കുക. ഈ ഹൾക്ക് ആ ക്യാരക്ടർ ഉണ്ടാക്കിയ സമയത്ത് അതിന്റെ നിറം ഗ്രേ ആയിരുന്നു. പിന്നീടാണ് പതിയെ 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 ഓരോ ആൾക്കാർ അത് പച്ച നിറാക്കി മാറ്റിയത്. ഓ അങ്ങനെയാണോ? എന്തായാലും പിറ്റേ ദിവസമായി കോസ്മി ഇപ്പൊ നേരെ സ്റ്റേഷനിലേക്ക് വരികയാണ് ആ ഒരു ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ, റിട്ടയർമെന്റ് ആവാൻ. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഈ കോസ്മി ഒരു കാര്യം വിചാരിക്കുകയാണ്, അല്ല ആദ്യ കൊലപാതകം നടന്നില്ലേ, അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ നോർമയുടെ പെർമിഷൻ മേടിച്ചുകൊണ്ട് ആ സ്പോട്ടിലേക്ക് ഇപ്പൊ കോസ്മി ചെല്ലുകയാണ്. കോസ്മി എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ ആ ഡെഡ് ബോഡി കടന്നിരുന്ന ആ ഒരു ബെഞ്ച് ഉണ്ടല്ലോ, ഇതിന്റെ അടിയിൽ വെച്ച് ഒരു പേപ്പറിന്റെ തുണ്ട് കഷ്ണം കിട്ടുന്നുണ്ട്. ഒരു മാഗസിന്റെ കഷ്ണമാണത്. അപ്പൊ അതിലെന്തോ ഇൻഗ്രീഡിയബിൾ ഹൾക്ക് എന്നൊക്കെയാണ് ആ ഒരു പേപ്പറിന്റെ കഷ്ണത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ജോർജിനെ വിളിച്ചു ചോദിച്ച സമയത്ത് ഈ ഒറിജിൻ സമയത്ത്, അതായത് തുടക്കത്തിൽ അതിന്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയ സമയത്ത് ഹൾക്കിന്റെ ആ ഒരു പേര് അത് അങ്ങനെ തന്നെയായിരുന്നു, ഇൻഗ്രീഡിയബിൾ ഹൾക്ക്. ഇവിടെ വെച്ച് കോസ്മിക്ക് ചില കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നോർമയുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ട് കോസ്മി നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേവിഡിനെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഡേവിഡ് വരുന്ന സമയത്ത് അതേ ലിഫ്റ്റിൽ തന്നെ കോസ്മിയുടെ രണ്ടാമത്തെ മകനുണ്ടല്ലോ ജോർജ് ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ വരുന്ന സമയത്ത് ഇവനിങ്ങനെ ചിപ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് വരികയാണ്. കാണുമ്പോൾ തന്നെ ഒരു പിള്ളകളി. അപ്പൊ ഡേവിഡ് ഇങ്ങനെ വിചാരിക്കുന്നത് എന്താണ് ഈ സാധനം ഇങ്ങനെ. എന്തായാലും നേരെ ഓഫീസിലേക്ക് വന്നു. ജോർജ് മറ്റൊരു ഭാഗത്താണ് പോയിരിക്കുന്നത്. ഇപ്പൊ ഇവരോട് രണ്ടുപേരോടും, ഡേവിഡിനോടും അതുപോലെ തന്നെ നോർമയോടും കോസ്മി അദ്ദേഹം മനസ്സിലാക്കിയ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ കില്ലർ, ഇയാൾ ഒരു സീരിയൽ കില്ലറാണ്, ഇനിയും കൊലപാതകങ്ങൾ നടക്കും. അതായത് ഇയാൾ കൊലപാതകം ചെയ്യുന്നത് ഒരു പ്രത്യേകതരം പാറ്റേൺ അല്ലെങ്കിൽ ഒരു കാര്യം ഇവരുടെ മേത്ത് ചെയ്തുകൊണ്ടാണ്. ആദ്യത്തെ കൊലപാതകം അയാളുടെ ശരീരം ഒരു ഹൾക്കിനെ പോലെ ആക്കി മാറ്റി. ഹൾക്ക് തുടക്കകാലത്തിലെ ഒരു ഗ്രേ കളർ ആയിരുന്നു, ആ രീതിയിലാക്കിയിട്ടാണ് അയാളെ കൊന്നിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ആള് ശരീരം മുഴുവൻ അയൺസിന്റെ ആ ഒരു പടച്ചട്ടയും കാര്യങ്ങളുണ്ടായിരുന്നു, അതായത് അയൺമാന്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇയാളെയും കൊന്നിരിക്കുന്നത്. അയൺമാന്റെ തുടക്കകാലത്ത് റെഡ് സ്യൂട്ട് ആയിരുന്നില്ല, ഇതുപോലെയുള്ള ഒരു ഇരുമ്പിന്റെ കവചായിരുന്നു. സോ ഈ രീതിയിൽ കോമിക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരു പ്രാന്തൻ തന്നെയാണ് ഈ സീരിയൽ കില്ലർ. അപ്പൊ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നാൽ കോസ്മിയുടെ ഇളയ മകൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യമൊന്നും ഡേവിഡിന് അറിയില്ല. ഡേവിഡ് നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ജോർജ് ഇരിക്കുന്നുണ്ട്. ടേബിളിൽ നിന്ന് എന്തോന്ന് അടിച്ചു മാറ്റുകയാണ്. ഇവനേതാ സ്റ്റേഷനിലേക്ക് വന്ന് ഇവിടുന്ന് അടിച്ചു മാറ്റുന്നു പറഞ്ഞിട്ട് ഡേവിഡ് നേരെ ചെന്നിട്ട് ജോർജിന്റെ ആ ഒരു ബാഗെല്ലാം പിടിച്ച് വലിച്ചു മേടിക്കുകയാണ്. നോക്കുമ്പോൾ എന്താ ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഒരു കേക്കിന്റെ കഷ്ണമാണ്. അവൻ നേരെ ബാഗിലേക്ക് ചൂണ്ടാൻ നോക്കിയത്. എന്തായാലും ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന കോസ്മി പറയാണ്, ഡേവിഡ് ഇതാണ് ഞാൻ പറഞ്ഞ ആള്, അതായത് കോമിക്സിനെ കുറിച്ച് നന്നായിട്ട് അറിവുള്ള ആ ഒരു എക്സ്പേർട്ട്. ഇപ്പൊ ജോർജിനെ നോക്കിയിട്ട് ഡേവിഡ് തന്നെ വിചാരിക്കുകയാണ് ഈ പൊട്ടന്റെ കൂടെയാണോ ഞാൻ വർക്ക് ചെയ്യേണ്ടത്, എന്റെ ഒരു വിധി. എന്തായാലും ഇപ്പൊ ജോർജിനെയും കൂട്ടി ഡേവിഡ് രണ്ടാമത് കൊലപാതകം നടന്നില്ലേ, അതായത് അയൺമാന്റെ ആ ഒരു സ്യൂട്ട് പോലെ ഒരാളുടെ ആ ഒരു ബോഡിയിൽ കവർ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അതൊരു മ്യൂസിയം ആണ്. ഈ മരിച്ച ആളുണ്ടല്ലോ, ഇയാളൊരു വെപ്പൺ ഡീലിന്റെ ആളാണ്. അത്യാവശ്യം ആയുധ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ ഈ മ്യൂസിയത്തിൽ കുറച്ചധികം വെപ്പൺസ് ഉണ്ട്, അതായത് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മൂവിയിൽ ഉപയോഗിച്ച അങ്ങനെയുള്ള ഓരോ ആയുധങ്ങൾ. കൊനാൻ ദ ബാർബേറിയൻ ആ ഒരു സിനിമയിൽ നമ്മുടെ അർണോൾഡ് ഉപയോഗിച്ച വാള്, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള പല മൂവിയിലെയും ഓരോ വെപ്പൺസ് അതിവിടെ ഫ്രെയിം ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ലോർഡ് ഓഫ് ദ റിംഗ് അന്ന് ആ സിനിമയിൽ ഉപയോഗിച്ച ആയുധങ്ങൾ അത് വെച്ച് ആ ഒരു ഫ്രെയിം കാണിക്കുകയാണ്. എല്ലാ ആയുധങ്ങളും ഓക്കെ, പക്ഷെ ഈ ഒരു കോടാലി ഇത് മാത്രം ആ ഒരു സിനിമയിൽ നിന്നുള്ളതല്ല. ഇതിനെക്കുറിച്ച് ജോർജ് ഇപ്പോൾ ഡേവിഡിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സീരിയൽ കില്ലർ, ആ ഒരു കൊലപാതകി മനഃപൂർവ്വം തന്നെ എന്തൊരു കാര്യം ഇവരോട് പറയാൻ വേണ്ടി ഈ ആയുധം ഇവിടെ വെച്ചിട്ട് പോയതാണ്. പെട്ടെന്ന് തന്നെ ഡേവിഡ് അത് സുരക്ഷിതമായിട്ട് എടുക്കുകയാണ്. അതിൽ ആ ഒരു ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം എടുക്കും, എന്തായാലും റിപ്പോർട്ട് കിട്ടിയിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാമെന്ന്. അതുപോലെ തന്നെ ഇതിന് ശേഷം ഡേവിഡ് നേരെ ചെല്ലുന്നത് നമ്മുടെ ജോർജിന്റെ ഒരു കോമിക് ബുക്ക് ഷോപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെ എത്തിയ സമയത്ത് തന്നെ ജോർജ് കുറെ അധികം പുസ്തകങ്ങൾ എടുത്ത് ഡേവിഡിന് കൊടുക്കുകയാണ്. അതായത് പലതരം സൂപ്പർ ഹീറോസ് അവരുടെ ഒറിജിനെ കുറിച്ചാണ് ഈ പുസ്തകത്തിലുള്ളത്. എന്തായാലും ഈ സമയത്ത് തന്നെ ഈ ഷോപ്പിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഡേവിഡ് ചെന്ന് നോക്കുമ്പോൾ ഇവന്റെ മേഡം ഉണ്ടല്ലോ, അതായത് നോർമ, ഒരു പ്രത്യേക രീതിയിലുള്ള ഫാൻസി ഡ്രസ് എല്ലാം ഇട്ടുകൊണ്ട് അവൾ ഇട്ടിരിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതും പോത്തക്കന്മാരായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇതേ രീതിയിൽ തന്നെ ഫാൻസി ഡ്രസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് നമ്മുടെ ഡേവിഡ് അയ്യേ ഇത് എന്തെന്നാ ഇത്, ഈറ്റിങ്ങൾക്കൊക്കെ പ്രാന്താണോ? ഇത് കേട്ട സമയത്ത് ജോർജിന് എന്തോ പോലെ ആകുവാണ്, ഒരു ദേഷ്യം വരികയാണ്. അവൻ പറയണം നിങ്ങൾ എന്താ വിചാരിച്ചത്, ഈ ഇരിക്കുന്നത് ജഡ്ജിയാണ്, മറ്റേതൊരു ബിസിനസ്സുകാരനാണ്, ഇതൊന്നും സാധാരണക്കാരല്ല, ഇവർക്കൊക്കെ ഇതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കാരണം അവർ ഇതിലേക്ക് വന്നതാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഡേവിഡ് ഇവിടുന്ന് പോവാണ്. പിന്നീട് നേരെ ഓഫീസിലേക്ക് ചെന്നിട്ട് ജോർജ് കൊടുത്ത ആ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സിന്റെ ഒറിജിനെ കുറിച്ച് അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഡേവിഡിനാണെങ്കിൽ ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. കുറെ നേരം വായിച്ചപ്പോൾ ഇവന് പ്രാന്ത് പിടിക്കുകയാണ്. എന്ത് തേങ്ങയാണിത്, ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഇതുപോലുള്ള കഥ ബുക്ക് വായിക്കേണ്ട അവസ്ഥയോ? ഇവനെടുത്ത് ഒരു ഏറ്റ കയറി കൊടുക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് നോർമ വരികയാണ്. ഓക്കെ, നിനക്ക് ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് മനസ്സിലായി, എന്നാൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം പറയട്ടെ. നീ കൊണ്ടെത്തുന്ന ആ ഒരു കോടാലി ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്, അത് ആരുടേതാണെന്ന് മനസ്സിലായി. അവന്റെ പേര് ജോണ്. പക്ഷേ 6 പേരെ തീ വെച്ച് കൊന്ന കേസിൽ അവനൊരു പ്രതിയാണ്. എന്തായാലും അവന്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ടും പോയി നോക്കല്ലേ. ഇപ്പൊ ഡേവിഡ് അവന്റെ ആ ഒരു കാർ എടുത്തുകൊണ്ട് നേരെ പോവാണ്. പോകുന്ന വഴി
വഴിയിൽ ഇപ്പൊ ജോർജിനെയും പിക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ജോർജ് കാറിൽ കയറി പാട് ഈ ബാറ്റ്മാന്റെ എന്തോ ഒരു മ്യൂസിക് വെക്കാൻ നിൽക്കുമ്പോൾ ഡേവിഡ് സമ്മതിച്ചില്ല, അവന് ഇഷ്ടമില്ല എന്ന് പറയണം. അപ്പോൾ ഈ ജോർജ് ചോദിക്കണം, അല്ല ഈ സൂപ്പർ ഹീറോസിനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യം വരുന്നത്? ഇപ്പൊ ഡേവിഡ് കുറച്ചൊന്ന് സെന്റിയായിട്ട് സംസാരിക്കുകയാണ്. സൂപ്പർ ഹീറോസ് സിനിമയിലും സീരീസിലൊക്കെ കാണാൻ കൊള്ളാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒരുത്തനും വരില്ല നമ്മളെ രക്ഷപ്പെടുത്താൻ. അവന്റെ ആ ഒരു പറച്ചിൽ തന്നെ അറിയാം അവന്റെ ലൈഫിൽ എന്തോ വലിയൊരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ജോർജ് പറയാണ്. ഡേവിഡ്, എനിക്ക് എന്തുകൊണ്ടാണ് ഈ സൂപ്പർ ഹീറോസിന് ഇത്ര ഇഷ്ടം എന്നറിയോ? എന്റെ ഈ ശരീരം കണ്ടില്ലേ, നല്ല തടിച്ചിട്ട് ചെറുപ്പം മുതലേ എന്റെ പിള്ളേര് എന്റെ കൂട്ടുകാർ നല്ലോണം എന്നെ കളിയാക്കും, ഉപദ്രവിക്കും. ഒരു ദിവസം എന്റെ ചേട്ടനുണ്ടല്ലോ സേവി, അവൻ സ്കൂളിലേക്ക് വന്നു, എന്നെ കളിയാക്കി എല്ലാമാരിട്ട് നല്ല ടങ് കുടഞ്ഞു. ഒരുത്തനും പിന്നെ എന്നെ കളിയാക്കിയിട്ടില്ല. ഞാൻ അപ്പം മനസ്സിലാക്കി എന്റെ സൂപ്പർ ഹീറോ എന്റെ ചേട്ടനാണെന്ന്. പിന്നെ എപ്പോഴും അതിന്റെ പിന്നാലെ പോയി ഈ സൂപ്പർ ഹീറോസിനോട് ഭയങ്കര ഇഷ്ടമായിട്ട് മാറി. പക്ഷെ എന്റെ ചേട്ടൻ ഇപ്പൊ ഇല്ല കേട്ടോ, ചേട്ടൻ മരിച്ചുപോയി. എന്തായാലും ഇവരിങ്ങനെ സംസാരിച്ച് നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ജോൺ എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ, ഇയാളുടെ ഫിംഗർ പ്രിന്റ് ആണല്ലോ ഇവർക്ക് കിട്ടിയത്. ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ കുറെ പോലീസുകാർ കുറെ നാട്ടുകാരൊക്കെ അവിടെ കൂടി നിൽക്കുകയാണ്. നോക്കുമ്പോൾ എന്താ ഈ ജോൺ എന്ന് പറഞ്ഞ ആളുടെ മുറിയിൽ നിന്നും ഭയങ്കരമായിട്ട് പുക ഇങ്ങനെ വരികയാണ്. ഡേവിഡ് അടക്കം എല്ലാവരും അങ്ങോട്ടേക്ക് കയറി ചെന്നു. എന്നാൽ ഇയാളുടെ മുറിയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കടക്കാനുള്ള ഡോറ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആരും തുറക്കുന്നില്ല, കാരണം വാറന്റും കാര്യങ്ങളൊന്നുമില്ല. ഇതേ സമയത്താണ് നോർമ അങ്ങോട്ടേക്ക് വരുന്നത്. നോർമ ചോദിക്കുകയാണ്, എന്താ വായിൽ ഓർക്കാത്തെ? അത് പിന്നെ മേഡം വാറന്റും കാര്യങ്ങളൊന്നുമില്ല. ഇതേ സമയത്ത് തന്നെ നോർമ പറയാണ്, വാറന്റ് അതിപ്പോ തരാന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുക്കാണ് വാതിലിട്ട് ടേ ടേ 2 പൊട്ടിക്കല് ചവിട്ടി പൊളിച്ച് ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ നന്നായിട്ട് പുകയുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇത് പുകയല്ല, നമ്മുടെ ഫ്രീസറൊക്കെ തുറക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് കൂടുമ്പോൾ ഒരു തണുപ്പുള്ള പുക വരില്ലേ, ആ സാധനം, ആ ഗ്യാസ് ആണിത്. പിന്നെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഈ അപ്പാർട്ട്മെന്റിന്റെ ഉൾഭാഗത്തായിട്ട് നല്ല സെറ്റപ്പിലായിട്ട് വലിയൊരു ഫ്രീസർ പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, അല്ലറി കരയാണ്. ഇവര് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരു മനുഷ്യൻ ഒരു പ്രത്യേക സ്യൂട്ടെല്ലാം ഇട്ടിട്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ അണക്കാനുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച് ഇയാളുടെ ശരീരത്തിൽ തീ അണച്ചെങ്കിലും ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, വെന്തൊരുക്കി മരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ ജോർജ് ഡേവിഡിനോട് മറ്റൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഏതൊരു കോമിക് ഹീറോ ആണ് ഈ ഒരു സൈക്കോപാത്ത് നമുക്ക് കാണിച്ചു തരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ ടോർച്ച് എന്ന് പറഞ്ഞിട്ട് കഥയിലേക്ക് ഒരു കഥാപാത്രം ഉണ്ട്. ഏതൊരു തണുപ്പിലും ആ ഒരു സൂപ്പർ ഹീറോയ്ക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തീ വരുത്താൻ കഴിയും. അപ്പൊ ആ രീതിയിലാണ് ഈ മനുഷ്യനെയും കൊന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കില്ലറെ കിട്ടി, ആ ഒരു സന്തോഷത്തിലാണ് ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ കില്ലർ ശരിക്കും ഇവരെ കളിപ്പിക്കുകയാണ്, വേണമെങ്കിൽ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോടാന്ന് പറഞ്ഞിട്ട്. അതായത് ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരികയാണ്. അങ്ങനെ ഈ ഒരു ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയി ഡോക്ടർ അത് നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ഒരു കാര്യം ഇവരോട് പറയുന്നുണ്ട്. അതായത് ഇയാളെ കൊല്ലുന്നതിന് മുന്നേ പല രീതിയിലും ഇയാളെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അതായത് വളരെ കഠിനമായ തണുപ്പത്തിൽ ഇയാൾ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ തണുപ്പിൽ വെച്ചാണ് ഇയാളുടെ ദേഹത്ത് തീ കൊളുത്തിയിരിക്കുന്നത്. അതായത് ആ ഒരു സൂപ്പർ ഹീറോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഏതൊരു തണുപ്പിലും അയാളുടെ ശരീരത്തിൽ തീ വരുത്താനുള്ള ആ ഒരു ശേഷി ഹ്യൂമൻ ടോർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അതപ്പോൾ സ്ക്രീനിൽ കാണുന്നില്ലേ, അതുപോലെയുള്ള ആ ഒരു ക്യാരക്ടറിന് കഴിയും. ഇപ്പൊ നമ്മുടെ ഡേവിഡ് ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇത് എന്തോന്ന് തരം സൈക്കോയാണ് ഈ പിള്ളേരൊക്കെ വായിക്കുന്ന കോമിക്കുമായിട്ട് ഇങ്ങനെ കൊലപാതകം നടത്തുന്നത്. ഇതേ സമയത്ത് തന്നെ നോർമ പറയുന്നുണ്ട്, ആകെ പെട്ടുപോയല്ലോ. ഇപ്പൊ ഡേവിഡ് പറയണം, പെടുവല്ലോ. ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആ ഒരു കോസ്മിയെ അദ്ദേഹത്തെ പറഞ്ഞുവിടാൻ നിനക്കായിരുന്നല്ലോ വലിയ തിരക്ക്. ഇപ്പൊ നോർമ ചോദിക്കുകയാണ്, ഡേവിഡ് നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത്? ആ മനുഷ്യന് അസുഖാടോ, ക്യാൻസർ ആണ്, അധികം നാൾ ആ മനുഷ്യൻ ഉണ്ടാവില്ല. ഉള്ള കുറച്ചു കാലം അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ ജോർജ്, അവന്റെ കൂടെ ജീവിച്ചോട്ടേന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അസുഖത്തെ കുറിച്ച് മകനായിട്ടുള്ള ജോർജിന് വരെ അറിയില്ല. ഇത് കേട്ട സമയത്ത് നമ്മുടെ ഡേവിഡിന് ഒരിച്ചിരി സങ്കടവും അതുപോലെ തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള നോർമയോട് ഒരു റെസ്പെക്റ്റും തോന്നുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ വിചാരിച്ചത് നോർമ ഒരു എന്താ പറയുക, ഒരു ബഹുമാനം കൊടുക്കാത്ത അഹങ്കാരിയായിട്ടുള്ള ഒരു പെണ്ണായിട്ടാണ്. പക്ഷേ അവൾ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് കോസ്മിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഇപ്പൊ ഡേവിഡ് നേരെ കോസ്മിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ എന്തോ വായിച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ജോർജ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ മുറിയിലുണ്ടെന്ന് പറയാണ്. അവന്റെ വാതിൽ തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ജോർജ് ആണെങ്കിൽ നല്ല വോളിയത്തിൽ ഹെഡ്സെറ്റ് എല്ലാം വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. റൂമിന്റെ കാര്യം പറയണ്ട, കക്കൂസിനേക്കാൾ കഷ്ടാണ്. അതിന്റെ ഇടയിൽ ഡേവിഡ് ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ജോർജ് ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫ്, അത് തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അഡൽറ്റഡ് ആയിട്ടുള്ള കുറെ കോമിക്സുകൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ജോർജ് നോക്കുകയാണ്, അതിലെന്തിനാ നീ തൊട്ട്? ആവശ്യമില്ലാതെ ആ ഷെൽഫിലൊന്നും കൈവെക്കണ്ട കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഡിന്നർ കഴിക്കാനായിട്ട് കോസ്മി വിളിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡേവിഡ് കോസ്മിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മൂത്തമൻ സേവി, അവനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരുപാട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ടല്ലേ കോസ്മി നിങ്ങൾക്ക്? ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോർജിനെ ദേഷ്യം വരികയാണ്. ഈ വരുന്നവരും പോകുന്നവരൊക്കെ ചേട്ടനെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നുള്ളൂ, എന്നെ കുറിച്ച് ഒരുത്തനും കാണുന്നില്ല. എന്റെ ചേട്ടൻ സേവി ചെറുപ്പത്തിൽ എന്നെ എമ്മാതിരി പെടയാ പഠിച്ചെന്നറിയോ, ഒരാവശ്യമില്ലാതെ. ഇപ്പോ ഈ ജോർജിന്റെ അച്ഛൻ കോസ്മി പറയാണ്, അത് കിട്ടേണ്ട അടി തന്നെയായിരുന്നു. അല്ല പിന്നെ ഏത് സമയത്തും കഥപുസ്തകവും കോമിക് ബുക്കും അതുപോലെ തന്നെ സൂപ്പർ ഹീറോയും പഠിക്കുന്നൊന്നുമില്ല, പിന്നെ ചേട്ടൻ അടിക്കാതിരിക്കുമോ? ഇതിങ്ങനെ പറയുന്ന സമയത്ത് ഡേവിഡ് പറയാണ്, അപ്പനോട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല, റെസ്പെക്ട് കൊടുക്കണമെന്ന്. ഇതേ സമയത്ത് തന്നെ ജോർജ് പറയണം, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ഈ തന്തമാരുടെ ഈ ഒരു ചൊറിച്ചിലുണ്ടല്ലോ, അത് നിനക്ക് മനസ്സിലാവില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഡേവിഡിന് ഭയങ്കരമായിട്ട് വിഷമാവാണ് കേട്ടോ. അതായത് ഇപ്പൊ ഈ ജോർജിനോട് പറയണം, അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ വളരുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. ചെറുപ്പത്തിലും എനിക്കുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. ഒരു മൂവി കണ്ടു കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു തെരുവിൽ വെച്ചിട്ട് ഒരു കാര്യമില്ലാതെ ഒരു ചെറിയ കാശിന് വേണ്ടി ഒരു കള്ളൻ എൻ്റെ അച്ഛനും അമ്മയും വെടിവെച്ച് കൊന്നു കളഞ്ഞു. അന്നൊന്നും എന്നെ രക്ഷിക്കാനായിട്ട് ആരും വന്നിട്ടില്ല. അന്ന് മുതൽ ഞാൻ വെറുത്തതാണ്. എനിക്കിഷ്ടമായിരുന്നു സൂപ്പർ ഹീറോസിനെ, പക്ഷെ അന്ന് ഞാൻ വെറുത്ത് കളഞ്ഞു. ഇതൊക്കെ വെറുതെയാണ്, ആരും നമ്മളെ രക്ഷിക്കാൻ വരില്ല, നമ്മളായിട്ട് തന്നെ ഇതിനെ ഇറങ്ങണം. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ തടുക്കാനായിട്ട് ഞാനൊരു പോലീസുകാരനായി മാറിയത്. എന്തായാലും നമ്മുടെ ഡേവിഡിന്റെ ലൈഫിൽ സംഭവിച്ച ആ ഒരു കാര്യം
കാര്യം നമുക്ക് കോമിക്സിൽ ഏതൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്യാം? യെസ്, അത് തന്നെ, ബാറ്റ്മാന്റെ ആ ഒരു കാര്യമായിട്ട്. എന്തായാലും ഇത് കേട്ടപ്പോൾ നമ്മുടെ ജോർജ് പറയാണ്, അല്ല അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ട് അത് നിങ്ങളുടെ സ്വന്തം അച്ഛനും അമ്മയും, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും അന്വേഷിച്ചില്ലേ? നിങ്ങൾ ഇപ്പോൾ വാ, നമുക്കിപ്പോൾ തന്നെ ആ ഒരു കേസ് ഒന്ന് പരിശോധിക്കണം. അങ്ങനെ ഈ ജോർജ് ഡേവിഡുമായിട്ട് നേരെ പോയിട്ട് ആ ഒരു കേസ് ഫയൽ ചുമ്മാ ഒരു ഇതിന് അന്വേഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു കേസുകൾക്കിടയിൽ നിന്നും, അതായത് ആ ഒരു ഫയലുകൾക്കിടയിൽ നിന്നും ഡേവിഡിന് ഒരു പേപ്പറിന്റെ കഷ്ണം കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു കോമിക് ബുക്കിലെ ഒരു പേപ്പറിന്റെ കഷ്ണം. അതായത് നമ്മുടെ ഡേവിഡിന്റെ അച്ഛനും അമ്മയും അവന്റെ ചെറുപ്പത്തിൽ കൊന്നു കളഞ്ഞത് ഇതേ കില്ലർ തന്നെയാണ്. അതായത് ഈ കില്ലർ ഈ പരിപാടി തുടങ്ങിയത് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ ഒന്നും അല്ല, വർഷങ്ങളായിട്ട് തുടങ്ങിയ പരിപാടിയാണ്. അതായത് ഇവർ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സൈക്കോപാത്ത് എക്സ്ട്രീം ലെവൽ സൈക്കോപാത്താണ്. ഇപ്പൊ നമ്മുടെ ഡേവിഡിനും വാശിയായി. അതായത് അവന്റെ അച്ഛനെയും അമ്മയും കൊന്ന ആളാണ് ഈ ഒരു കില്ലർ, എന്തായാലും ഫൈൻഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോർജ്, ഡേവിഡ്, നോർമ 3 പേരിരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ കില്ലറിലേക്ക് നമുക്ക് എത്താൻ കഴിയുക? പെട്ടെന്ന് നമ്മുടെ ഈ ജോർജ് പറയാണ്, ഒരു ഐഡിയ ഉണ്ട്, വാ എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഡേവിഡിനെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ പോകുന്നുണ്ട്. ഒരു ബേസ്മെന്റിലേക്കാണ്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഇപ്പൊ ഡേവിഡ് ജോർജിനോട് ചോദിക്കണം, അല്ല ഇത് ഏത് സ്ഥലം, നീ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ജോർജ് പറയാണ്, അതായത് ഈ നടക്കുന്ന കഥയും കഥാപാത്രങ്ങളൊക്കെ ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള പഴയ കോമിക്സ് ആണ്. അതിന്റെയൊക്കെ കളക്ഷൻസ് ആൾക്കാരുടെ കയ്യിൽ വളരെ അപൂർവമായിരിക്കും. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ തന്നെ നല്ല കാശ് വേണം. ഇതെല്ലാം മേടിക്കുന്ന അല്ലെങ്കിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരാളുണ്ട്, ബാക്കോ, ഇതാണ് അയാളുടെ പേര്. നമുക്കൊന്ന് അയാളെ പോയി കണ്ടാലോ? അങ്ങനെ ഇവർ രണ്ടുപേരും ബാക്കോയെ കാണാനായിട്ട് പോവാണ്. കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ബാക്കോയുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള പഴയ കോമിക്സുകൾ ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾ, വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അയാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവർ മേടിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ഡേവിഡ്, അതായത് പോലീസുകാരൻ നേരെ പോയിട്ട് കാറിൽ കയറാൻ നിൽക്കുമ്പോൾ ജോർജ് ഉണ്ടല്ലോ, അവൻ കാറിലേക്ക് വരുന്നില്ല. ആ ഒരു മഴയത്ത് അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്, എന്തോന്ന് ആലോചിച്ചിട്ട്. എന്താണ് ഈ മഴയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഡേവിഡ് ചോദിച്ചപ്പോൾ ജോർജ് പറയണ, അതല്ല, എന്റെ അച്ഛന് വയസ്സായി വരികയല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും നേരത്തെ നമ്മൾ കണ്ട ഈ ആളുണ്ടല്ലോ, ആ ഒരു ബേസ്മെന്റിൽ കോമിക്ക് വിറ്റുകൊണ്ടിരിക്കുന്ന ആള്, അയാളെ പോലെ ഞാനും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരില്ലേ? ഇത് കേട്ട സമയത്ത് ഡേവിഡിന് ഭയങ്കരമായിട്ട് വിഷമമാണ്. അധികം വൈകാതെ ജോർജ് എന്താണോ പേടിക്കുന്നത് അതുപോലെ തന്നെ അവനാകും. കാരണം അവൻ ഒറ്റയ്ക്കാവും. അവന്റെ അച്ഛൻ എന്തായാലും മരിക്കുകയല്ലോ. ഇപ്പൊ ഡേവിഡ് പറയണേ, എടോ നീ അങ്ങനെ ഒറ്റയ്ക്കാവുകയാണെങ്കിൽ നല്ല അടിപൊളി കൂട്ടുകാരനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. ഇതും പറഞ്ഞ് അവനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുകയാണ്. ഇവനോട് ബായ് പറഞ്ഞ് നേരെ ഈ ഡേവിഡ് പോകുന്നത് വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റിച്ച് ആയിട്ടുള്ള ആളുണ്ടല്ലോ, ഇയാളുടെ വീട്ടിലേക്കാണ്. എന്ന് ഇങ്ങനെ വിക്ടർ എന്ന് പറഞ്ഞ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അയാളുടെ വീട്ടിലേക്ക് നമ്മുടെ ഈ ഒരു ഡേവിഡ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ജോർജ് ഉണ്ടല്ലോ നോർമയോട് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഡേവിഡ് ആ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറെ നേരം കഥ മുട്ടി, ആരും വാതിൽ ഓർക്കുന്നില്ല. എന്നാലും വിക്ടർ എന്ന് പറഞ്ഞ ആ ഒരു കില്ലറെ പിടിക്കാനുള്ള ഒരു ആവേശം കാരണം വേഗം തന്നെ ഈ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ഡേവിഡ് കയറുന്നുണ്ട്. കയറിയ സമയത്ത് തന്നെ അവിടെ വലിയൊരു ബോർഡ്, അതിന്റെ ഉള്ളിൽ കുറേ അധികം പ്ലാനുകൾ, ഏത് രീതിയിൽ മനുഷ്യരെ കൊല്ലണം, അതിലേക്ക് ഏതൊരു സൂപ്പർ ഹീറോയെ ആഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. എന്നാൽ ഒരു പേര് മാത്രം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്, ഡിറ്റക്റ്റീവ് 33 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായത് ഈ സംഭവമാണ് നമ്മുടെ ഡേവിഡിന്റെ അച്ഛന്റെയും അമ്മേന്റെയും കൊലപാതകം നടന്ന സമയത്ത് ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും ഈ ഒരു സൈക്കോ അല്ലെങ്കിൽ ഈ ഒരു കില്ലർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും വീണ്ടും മറ്റൊരു മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു രൂപത്തെ കണ്ട് ഡേവിഡ് പെട്ടെന്ന് പേടിച്ചു പോവാണ്. ചെയറിലിരിക്കുന്ന വല്ലാത്തൊരു രൂപം. വേഗം തന്നെ ഡേവിഡ് കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അതിനെ ഷൂട്ട് ചെയ്യാണ്. അടുത്ത നിമിഷം തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും ഒരു പച്ച ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ട്. അത് ശ്വസിച്ച് ചുമച്ച് അവനൊരു പരിവായി നിൽക്കുന്ന സമയത്ത് ആ റൂമിന്റെ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു പ്രത്യേകതരം മുഖം മൂടി ഇട്ടുകൊണ്ട് ഒരാൾ പുറത്തേക്ക് വരികയാണ്. ഇത് തന്നെയാണ് യഥാർത്ഥ ആ ഒരു സൈക്കോ കില്ലർ. ഇവൻ പുറത്തേക്ക് വന്നിട്ട് പറയാണ്, ഞാനൊരു സൂപ്പർ വില്ലനാണ്. എന്നെ പോലെയുള്ള വില്ലന്മാരെ ഇല്ലാതാക്കണമെങ്കിൽ ഒരു സൂപ്പർ ഹീറോയെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ സമയത്ത് തന്നെ നിലത്ത് കിടന്ന് ഈ ഡേവിഡ് ഈ ഒരാളെ നോക്കുന്നത്, അതായത് ഈ കില്ലർ നോക്കുന്ന സമയത്ത് ഇയാളുടെ മുഖത്തൊക്കെ വല്ലാതൊരു വികൃതമായിട്ട് തോന്നുകയാണ്. ഇതിനുള്ള കാരണം ഡേവിഡ് ശ്വസിച്ച ആ ഒരു ഗ്യാസ് ഉണ്ടല്ലോ, അതാണ്. അതിന്റെ ആ ഒരു ഇലൂഷനാണ് നമ്മുടെ ഡേവിഡിനെ കൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ആകെ ഭയന്ന് വിറച്ചിരിക്കുന്ന ഡേവിഡിനോട് പറയാണ്, നിന്നെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ സമയത്ത് ഡേവിഡ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നിന്റെ പേര് പറയടാണ്. ഇതേ സമയത്ത് തന്നെ ഡേവിഡ് പറയാണ്, പ്രൊഫസർ നൊവാറോ. ഇതും പറഞ്ഞുകൊണ്ട് ഈ പ്രൊഫസർ നൊവാറോ നമ്മുടെ ഡേവിഡിനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുമ്പോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നോർമ എത്തുകയാണ്. കാരണം എന്താണ്, ഡേവിഡ് ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യം ജോർജ് നോർമയെ മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ എത്തിയ നോർമ ഈ ഒരു പ്രൊഫസർ നൊവാറയെ വെടിവെച്ചിടുന്നുണ്ട്. എന്നാൽ ആ ഒരു വെടി കൊണ്ടിട്ടും ഇയാൾ സാഹസികമായിട്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. സാരമായ പരിക്കോട് കൂടിയിട്ട് നമ്മുടെ ഡേവിഡ് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ പുറത്ത് വന്നിട്ട് അവനുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജോർജ് അങ്ങോട്ടേക്ക് വരികയാണ്. ഒരു പ്രത്യേകതരം കോസ്റ്റ്യൂമൊക്കെയാണ് കേട്ടോ അവൻ ഇട്ടിട്ടുള്ളത്. ഇതെന്താണ് ഈ കോലത്തിൽ എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് രാത്രി വലിയൊരു പാർട്ടി നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഒരു പാർട്ടിയിൽ ഈ കോമിക്സിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതുപോലുള്ള വസ്ത്രം ധരിച്ചു വരണം. ഇതാണ് ആ ഒരു പാർട്ടി. ഇതേ സമയത്ത് തന്നെ ഈ വിക്ടറിന്റെ വീട്ടിലേക്ക് വന്ന പോലീസുകാർ ഒരു രഹസ്യം അല്ലെങ്കിൽ ഒരു സത്യം ഇപ്പോ നമ്മുടെ നോർമയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവിടെ വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന ആളുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള ഈ വിക്ടർ. നമ്മൾ വിചാരിച്ചതുപോലെ ആ ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലർ അത് ഈ വിക്ടറും അല്ല. ഈ വിക്ടറിന്റെ ഐഡന്റിറ്റി ആണ് ഈ ഒരു സൈക്കോപാത്ത്, അതായത് ഒറിജിനൽ സൈക്കോപാത്ത് ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ഇയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്. ആ പണത്തിനെ രണ്ടായിട്ട് ഭാഗിച്ചുകൊണ്ട് ഒരു ഭാഗം പണം തെരുവിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ ഒരുപാട് ട്രസ്റ്റുകളിലേക്കും ആ ഒരു പണം പോയിട്ടുണ്ട്. ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു പണം ഉപയോഗിച്ചിട്ടാണ് ഇതേ രീതിയിലുള്ള കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഈ സീരിയൽ കില്ലർ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവരാകെ കൺഫ്യൂഷൻ ആയി പോവാണ്. ശരിക്കും ഈ
സൈക്കോപാത്ത് ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കാശിന്റെ വലിയൊരു വിഹിതം ഉപയോഗിച്ചുകൊണ്ട്, അതും ഈ മരണപ്പെട്ടുപോയ വിക്ടറിന്റെ ഐഡന്റിറ്റിയിൽ ജീവിച്ചിട്ട് അയാളുടെ കാശ് തന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക, ബാക്കിയുള്ള കാശ് കൊണ്ട് ആൾക്കാരെ കൊല്ലുക. ഒരു ചെകുത്താനാണോ മഹലാഗയാണോ എന്ന് തിരിയാത്ത ഒരു വല്ലാത്ത തരം സൈക്കോ. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ ഉണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ അർജന്റ് ആയിട്ട് ഡേവിഡിനോടും നോർമയോടും ആശുപത്രിയിലേക്ക് വരാൻ പറയാണ്. ഡോക്ടർക്ക് എന്തോ ഒരു കാര്യം പറയാണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയ പാട് തന്നെ വിഷയം പറയാണ്. അതായത് അവസാനമായിട്ട് മരണപ്പെട്ട ഈ വിക്ടർ ഉണ്ടല്ലോ, ഇയാൾ മരണപ്പെട്ടിട്ട് 4-5 വർഷമായിട്ടുണ്ട്. പക്ഷെ പ്രശ്നം അതല്ല, ഇയാളുടെ ബോഡി പ്രിസർവ് ചെയ്യാനും അതുപോലെ തന്നെ ബോഡിയുടെ ഉള്ളിലായിട്ട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആ ഒരു സൈക്കോപാത്ത് വെച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ട് എങ്ങാനും പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പൊന്ന് ഡേവിഡ്, ഈ കേസ് നിന്റെ കൈവിട്ടു പോകും. ഇത് പിന്നെ ടോപ്പ് ലെവലിലുള്ള ഇന്റലിജൻസിലെ ആൾക്കാർ വന്നിട്ടാണ് അന്വേഷിക്കുക. കാരണം ഇത് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഡേവിഡിന്റെയും അതുപോലെ തന്നെ നോർമയുടെയും കയ്യിൽ നിന്ന് ഈ ഒരു കേസ് വിട്ടുപോകും. ഇവിടം വരെ ഇവർ അന്വേഷിച്ചു വന്നില്ലേ? അപ്പൊ ഒരു കാര്യം ഈ ഡോക്ടർ പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, ഒരു ദിവസം വരെ എനിക്ക് ഈ ഒരു കാര്യം ആരും അറിയിക്കാതെ മറച്ചു പിടിക്കാൻ പറ്റും. ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്, ഒരേ ഒരു ദിവസം. അതിൽ കൂടുതൽ ഈ കാര്യം എന്നെ കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയില്ല. ഇതേ സമയത്ത് തന്നെ ഡേവിഡ് പറയാണ്, പൊന്നു ഡോക്ടർ, ഒരു ദിവസം മതി, എനിക്ക് ആ ഒരു കില്ലറെ കണ്ടുപിടിക്കാനായിട്ട്. എന്തായാലും കണ്ടുപിടിക്കും. എന്തായാലും ഈ ആവേശത്തിൽ ഡേവിഡ് പുറത്തേക്ക് ഇറങ്ങിയതാ. ദാണ്ടെ വരുന്നു അടുത്ത കോള്. പബ്ലിക്കായിട്ട് ഒരുത്തിനെ തൂക്കിയിട്ടിരിക്കുകയാണ്, കൊന്നു തൂക്കിയിട്ടിരിക്കുകയാണ്. അതായത് സ്പൈഡർമാനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ. എന്തായാലും ആകെ കൂടെ പ്രാന്ത് പിടിച്ച നമ്മുടെ ഡേവിഡ് ഉണ്ടല്ലോ, നേരെ കോസ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ കോസ്മിയോട് ഹെൽപ്പ് ചെയ്യാൻ പറയണം. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് താങ്ങുന്നില്ലത്. സോ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ എന്തായാലും കൂടെ വരാന്ന് പറഞ്ഞിട്ട് കോസ്മി ഇപ്പൊ ഡേവിഡിനെ പറഞ്ഞു വിടുകയാണ്. അതുപോലെ തന്നെ ഡേവിഡ് ഇപ്പൊ നല്ല കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യുന്ന അറിയാതെ. ഇപ്പൊ നോർമയും അതുപോലെ തന്നെ ജോർജും ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഡിസ്റ്റർബ് ആയി നിൽക്കുന്നത്? ഒന്ന് എന്താ പറയുക, നോർമലായിട്ട് കൂളായിട്ട് ചിന്തിക്കുന്ന പറയണം. ഇത് കേട്ടപ്പോൾ ഡേവിഡിനാകെ ദേഷ്യം വരികയാണ്. എങ്ങനെ കൂളാവാൻ? ഇത് എവിടെ നിന്ന് തുടങ്ങുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇത് എന്താണ് ഇയാളുടെ ആവശ്യം? അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ജോർജ് പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു തിയറി മാച്ച് ആവുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കില്ലർ ഉണ്ടല്ലോ, അയാളുടെ പേര് പറഞ്ഞത് എന്താ, പ്രൊഫസർ നൊവാറോ. ഇയാളൊന്നും നിങ്ങളോട്, അതായത് ഡേവിഡിനോട് സ്വയം പറഞ്ഞത് അവനൊരു സൂപ്പർ വില്ലനാണെന്നല്ലേ? ഈ കോമിക്സിലൊക്കെ ഇതുപോലെയുള്ള സൂപ്പർ വില്ലന്മാരുണ്ടല്ലോ, ഇവരെ നേരിടാനായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഒത്ത എതിരാളിയായിട്ട് ഇവർ കാണുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോസിനെയാണ്. അതായത് ഈ സൈക്കോപാത്ത് പ്രതീക്ഷിക്കുകയാണ് ഇയാളെ കീഴടക്കാനായിട്ട് അല്ലെങ്കിൽ ഇയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഇയാൾക്ക് ഒത്ത എതിരാളിയായിട്ട് ഒരു സൂപ്പർ ഹീറോ വരണമെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഈ സീരിയൽ കില്ലർ പ്രൊഫസർ നൊവാറോ അയാളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ് ഡേവിഡ്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ നിന്റെ അച്ഛനും അമ്മയും അവൻ കൊന്നു കളഞ്ഞു. അത് ബാറ്റ്മാന്റെ ആ ഒരു കോമിക്സിലെ കഥയുമായിട്ട് നല്ല റിലേഷൻ ഇല്ലേ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഡേവിഡിനാകെ ദേഷ്യം വരികയാണ്. ഒന്ന് പോടെ ചേർക്കാൻ, നിന്റെ പ്രാന്ത് വട്ട് പരിപാടി, പോത്തുപോലെ വളർന്നിട്ട് കോമിക്സ് അത് ഇത് എന്നിട്ട് നടക്കുന്നത്. നിന്റെ അച്ഛൻ അസുഖാടാ, പോയി ആദ്യം നിന്റെ അച്ഛനും നോക്ക്, പ്രാന്തൻ ചക്ക. അതായത് ആ ഒരു ദേഷ്യത്തിൽ ഡേവിഡ് പറഞ്ഞു കേട്ടോ, ഇതൊന്നും ജോർജിനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കേട്ടപ്പോൾ ജോർജ് ആകെ ഷോക്കായി പോയി. നേരെ ജോർജ് അച്ഛനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക്, അതായത് കോസ്മിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് കോസ്മി ആണെങ്കിൽ ഒരു ഷോപ്പിലായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ കോസ്മിയുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ച് മേടിക്കാണ് ആര്, ജോർജ്. എന്നാൽ കോസ്മി കൊടുക്കുന്നില്ല. നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ ജോർജ് പറയണ, അച്ഛാ ഇതുപോലുള്ള വെയിറ്റും കാര്യങ്ങളൊന്നും എടുക്കണ്ട അച്ഛാ, ഞാൻ തന്നെ ഇതൊക്കെ എടുത്തോളാന്ന്. അപ്പൊ ആ രീതിയിൽ ജോർജ് സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ കോസ്മിക്ക് മനസ്സിലായി ഇവന് കാര്യങ്ങൾ മനസ്സിലായെന്ന്. പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സെന്റിമെന്റ് ആവാൻ തുടങ്ങുകയാണ്. ജോർജ് പറയണ, അച്ഛാ ഞാൻ ചേട്ടനോട് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് കാണിച്ചിരുന്നു അച്ഛാ. നിങ്ങളെല്ലാവരും കൂടെ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് പുകഴ്ത്തിയ സമയത്ത് എനിക്ക് എന്തോ ഉള്ളിൽ വല്ലാത്ത അസൂയ തോന്നി. ഇതേ സമയത്ത് തന്നെ ജോർജിനോട് അച്ഛൻ പറയണ, എന്റെ പൊന്നു മോനെ, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാടാ. അവൻ പോയി, എനിക്കിപ്പോ നീ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഭയങ്കരമായിട്ട് സെന്റി ആയി പോയ ജോർജ് ഉണ്ടല്ലോ, ഇപ്പൊ കോസ്മിയും കൂട്ടിയിട്ട്, അതായത് അവന്റെ അച്ഛനെയും കൂട്ടി നേരെ അവന്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ എന്താ പറയാ, അഡൽട്ട് കോമിക്സും കാര്യങ്ങളൊക്കെ വെച്ചൊരു ഷെൽഫ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഷെൽഫിന്റെ ഉള്ളിലായിട്ട് അവന്റെ ചേട്ടൻ അന്ന് മരണപ്പെടുന്ന സമയത്ത് ഇട്ട ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ, അത് ആ ഷെൽഫിന്റെ ബേക്കിലായിട്ട് അവൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിലേക്ക് വരുന്നവരൊക്കെ ചേട്ടനെ മാത്രം പോഴുത്തുക. അപ്പൊ ആ ഒരു കോംപ്ലക്സ് കാരണം ഇത് വേണ്ട, വേറെ ആരും കാണാന്ന് പറഞ്ഞിട്ട് ഇതിവിടെ അവനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിനി വെക്കേണ്ട സ്ഥലം ഇതല്ല, എന്റെ ഷോപ്പിൽ ഞാൻ ഇത് കൊണ്ടുവെക്കും. ഇനി എന്റെ ഉള്ളിൽ ആ ഒരു അസൂയയും കോംപ്ലക്സും ഞാൻ വെച്ച് നടക്കില്ല. എന്റെ ചേട്ടന്റെ കാര്യം എല്ലാവരും അറിയട്ടെ, എന്റെ ചേട്ടൻ സേവി അവനൊരു സൂപ്പർ ഹീറോ ആണെന്ന്. എന്തായാലും ഇപ്പൊ കോസ്മി ഒന്ന് ചിരിക്കുകയാണ്. ഇതിനുശേഷം കോസ്മി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. കാരണം ഡേവിഡ് അവന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവസാനമായിട്ട് മരണപ്പെട്ട ആ ഒരു റിച്ച് ആയിട്ടുള്ള ആള് വിക്ടർ, ഇയാളെ കുറിച്ച് അന്വേഷിക്കാനാണ് കോസ്മി നേരെ സ്റ്റേഷനിലേക്ക് ചെന്നത്. ഇപ്പൊ നമ്മുടെ ഡേവിഡിനെ നോക്കുകയാണെങ്കിൽ ഉച്ചക്ക് ജോർജുമായിട്ട് ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും കേസിൽ പല സമയത്ത് അവൻ നല്ല ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. സോറി പറഞ്ഞിട്ട് അവനെ കൂടെ കൂട്ടാന്ന് പറഞ്ഞിട്ട് നേരെ അവന്റെ ഷോപ്പിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല. ഒരു പ്രത്യേക സ്യൂട്ട് ഇട്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ പറയാണ്, സാറേ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങൾ ഇനി ജഡ്ജി ആണെങ്കിൽ ശരി, സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം ഇല്ലാതെ ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. പോലീസാണെന്നൊക്കെ ഡേവിഡ് പറഞ്ഞെങ്കിലും ഇയാൾ വിടുന്നില്ല കേട്ടോ. അവസാനം ഒരു രക്ഷയില്ലാതെ അപ്പുറത്തേർന്ന ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് നേരെ ഷോപ്പിലേക്ക് വരികയാണ്. ഇയാളെ, അതായത് നമ്മുടെ ഡേവിഡിനെ ഈ കോലത്ത് കണ്ട സമയത്ത് തന്നെ ജോർജ് പറയാണ്, എടാ ഡേവിഡ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നിനക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് മാച്ച് ആവുന്നുണ്ട്. ഇപ്പൊ ഡേവിഡ് പറയാണ്, പൊന്നു ജോർജ് ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേക്ക്, തമാശക്കളിയൊക്കെ അവിടെ മാറ്റി വെക്ക്, നീ ഒരു തിയറി പറഞ്ഞല്ലേ അതെന്താണ്? ഇപ്പൊ ജോർജ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അതായത് ഒരു തരം സൈക്കോപാത്തിക് ലെവലിലുള്ള സൂപ്പർ പവറുള്ള വില്ലന്മാര് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് അവർക്ക് ഒത്ത എതിരാളിയുമായിട്ട് പോരാടണം, അവരെ തോപ്പിക്കണം എന്നൊക്കെയാണ്. സോ ചെറുപ്പം മുതൽ ഈ ഒരു സൈക്കോപാത്ത് നിന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എപ്പോഴേക്കോ നീ ഒരു നഗരത്തിലേക്ക് വന്നു, നീ നല്ലൊരു പോലീസ് ഓഫീസർ ആണെന്ന് ആ ഒരു സൈക്കോപാത്തിന് മനസ്സിലായി. അതായത് അവൻ നിന്നെ വിളിക്കുകയാണ് അവനോട് പോരാടാൻ വേണ്ടിയിട്ട്. അതായത് നീ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അവന്റെ അടുത്തേക്ക് പോകണം. സപ്പോസ്
നീ അങ്ങനെ ചെന്നിട്ടില്ലെങ്കിൽ, അവന്റെ ആ ഒരു വെല്ലുവിളി നീ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ആ ഒരു സൈക്കോപാത്ത് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫസർ നൊവാർ ഇയാൾ ചെയ്യാൻ പോകുന്നത് നീയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കൊല്ലലാണ്. ഇതേ സമയത്ത് തന്നെ ഡേവിഡ് ചോദിക്കുകയാണ്, അതിന് എനിക്ക് ഏറ്റവും അടുത്ത ആളെന്ന് പറയാൻ ആരപ്പോൾ ഉള്ളത്? അത് പിന്നെ അച്ഛനും അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളൊന്നും ആവണമെന്നില്ല, കൂടെ വർക്ക് ചെയ്യുന്നവരും ആകാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നീയല്ലേ ജോർജ്? ഞാനോ? അയ്യോ അല്ല, ഞാനിപ്പോ സാറിന്റെ കൂടെ ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നോർമ അവളെവിടെ പോയി? വേഗം നോർമ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് രണ്ടുപേരും ഇറങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജോർജ് അവൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഒരാവശ്യമില്ലാത്ത പരിപാടിയായിരുന്നു ഇതിപ്പോ. അവസാനം ഈ ഒരു സൈക്കോപാത്തിന്റെ അണ്ണാക്കിൽ പോയിരുന്ന അവസ്ഥയിലേക്ക് വരികയാണല്ലോ. എന്തായാലും ഇവിടെ സീൻ കട്ടായിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ട് നമ്മുടെ കോസ്മി, പണക്കാരനായിട്ടുള്ള ഒരാളെ ഈ ഒരു സൈക്കോപാത്ത് കൊന്നു പറഞ്ഞില്ലേ, ഇയാളുടെ ആ ഒരു പോസ്റ്റ്മോർട്ടം ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇതെല്ലാം പരിശോധിക്കുന്ന സമയത്ത് കോസ്മി ഒന്നും ഞെട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഫയൽസ് ഇത് നിരീക്ഷിച്ച സമയത്ത് കോസ്മിക്ക് ശരിക്കും മനസ്സിലായി യഥാർത്ഥ ആ ഒരു സൈക്കോപാത്ത് അത് ആരാണെന്ന്. അതിനുള്ള ആ ഒരു എവിഡൻസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേഗം തന്നെ കോസ്മി സ്റ്റേഷന്റെ പുറത്തേക്ക് വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഡേവിഡും ജോർജും കൂടെ നോർമയെ തെരഞ്ഞു പോയില്ലേ. നോർമയെ കാണുകയാണ്, അവൾക്കൊരു കുഴപ്പമില്ല. ഇവർ പ്രതീക്ഷിച്ചതുപോലെ നോർമയല്ല ആ ഒരു സൈക്കോപാത്ത് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആരെയായിരിക്കും? കോസ്മി, അതായത് നമ്മുടെ ജോർജിന്റെ അച്ഛനെ വിചാരിച്ചതുപോലെ തന്നെ നടക്കുകയാണ്. കോസ്മി ആ തെളിവുകളുമായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ, അദ്ദേഹത്തിന്റെ ആ ഒരു കാർ ആക്സിഡന്റ് ആവുകയാണ്. അതുപോലെ തന്നെ ഈ കോസ്മിയും ആ ഒരു തെളിവുമായിട്ട് ഈ സൈക്കോപാത്ത് അതായത് പ്രൊഫസർ നൊവാറോ കടന്നു കളയാണ്. ഇപ്പൊ ഡേവിഡ് അതുപോലെ തന്നെ ജോർജ് രണ്ടുപേരും നല്ല ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ഡേവിഡിന് ഒരു കോള് വരികയാണ്. മറ്റാരുമല്ല, ആ ഒരു സൈക്കോപാത്ത്. അവൻ പറയാണ്, ഡേവിഡേ നീ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യണം, നീ ഒരു സൂപ്പർ ഹീറോ ആണ്, വാടാ എന്നെതിരിടാൻ വാടാ, നിന്നെ കൊണ്ട് മാത്രമേ എന്നെ തോപ്പിക്കാൻ കഴിയുള്ളൂ. അഥവാ നീ ഇനി വന്നിട്ടില്ലെങ്കിൽ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയെന്ന് പറയണം. അതായത് ജോർജിന്റെ ഈ ഒരു ഷോപ്പിൽ ഒരു പാർട്ടി നടക്കുന്നില്ലേ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് വായിന്ന് ഈ പതയും കാര്യങ്ങളൊക്കെ വന്ന് തലകറങ്ങി വീഴുകയാണ്. എന്തോ ഒന്ന് ഇവർ ഈ കുടിക്കുന്ന വെള്ളത്തിൽ കലർത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ പ്രൊഫസർ നൊവാറോ പറയാണ്, നീ എന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് വന്നിട്ടില്ലെങ്കിൽ, അതും എന്നെ ഒരു പോരാടാൻ വന്നിട്ടില്ലെങ്കിൽ ഈ ഗതിയായിരിക്കും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും. സിറ്റിയുടെ മെയിൻ പൈപ്പ് ലൈനിലേക്ക് ഞാൻ ഈ വിഷം കലർത്തുന്ന പറയാണ്. എന്തായാലും ഈ ഒരു പ്രൊഫസറെ, അതായത് പ്രൊഫസർ നൊവാറോ, ഇയാളെ തേടിക്കൊണ്ട് പോകാൻ തന്നെ ഡേവിഡ് തീരുമാനിച്ചു. അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് ജോർജ് ഉണ്ടല്ലോ, അവന്റെ ചേട്ടന്റെ ആ ഒരു സ്യൂട്ടില്ലേ, അദ്ദേഹം അന്ന് മരണപ്പെടുന്ന സമയത്ത് ഇട്ട ആ ഒരു സ്യൂട്ട് അത് കൊടുത്തിട്ട് പറയാണ്, ഡേവിഡ് ധൈര്യമായിട്ട് നീ പോകുന്നു. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ആ ഒരു സൈക്കോയെ കാണിക്കുകയാണ്. ഒരുമാതിരി ഒരു കാക്ക മുഖം മൂടിയിട്ടിട്ടാണ് ഇയാൾ ഇങ്ങനെ നിൽക്കുന്നത്. അവിടെ തന്നെ ഒരു ചെയറിൽ വൃദ്ധനായിട്ടുള്ള കോസ്മിയും കെട്ടിവെച്ചിരിക്കുകയാണ്. എന്നാൽ കോസ്മിയുടെ മുന്നിൽ ഇയാൾക്ക് ഈ മുഖംമൂടിയുടെ ആവശ്യമില്ല. കാരണം കോസ്മിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ആരാണ് ഈ സൈക്കോപാത്ത് എന്നുള്ള കാര്യം. എന്തായാലും മുഖംമൂടിയുടെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഈ സൈക്കോപാത്ത് അവന്റെ ആ ഒരു മുഖംമൂടി ഒരു മാറ്റാണ്. ആരാണ് ആള്? ആരുമല്ല, ഇതുപോലെ മരണപ്പെടുന്ന ആൾക്കാരുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഡോക്ടർ തന്നെ. ഇതെങ്ങനെയാണ് നമ്മുടെ കോസ്മിക്ക് മനസ്സിലായത് എന്നല്ലേ. അതായത് വിക്ടർ മരണപ്പെട്ട സമയത്ത് ഇയാളുടെ കുറെ ഡീറ്റെയിൽസ്, മെഡിക്കൽ റിപ്പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് കോസ്മി പരിശോധിച്ചില്ലേ. അതായത് ഈ വിക്ടർ ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വിക്ടറെ പുറത്തേക്കൊന്നും വരാതെ, ആൾക്കാരുടെ മുന്നിലേക്ക് വരാതിരിക്കാനുള്ള കാരണം ഇയാൾക്ക് എന്തോ കാലിന്റെ താഴെ ഒരു തളർച്ചയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇയാളുടെ ആ ഒരു രേഖകളിലുണ്ട്. അതുണ്ടാക്കി കൊടുത്തിട്ടുള്ളതും അതിൽ സൈൻ ചെയ്തിട്ടുള്ളതും മറ്റാരുമല്ല, ഈ ഡോക്ടറാണ്. 4-5 വർഷം മുന്നേ മരിച്ച ആൾക്ക് ഇതുപോലൊരു എന്താ പറയാ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിൽ ഈ ഡോക്ടർക്ക് എന്തോ ഒരു കളി ഉണ്ടാവില്ലേ. എന്തായാലും കോസ്മി വിചാരിച്ചതുപോലെ തന്നെ സൈക്കോപാത്ത് ഈ ഡോക്ടർ തന്നെ. എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഈ സൈക്കോപാത്തിനോട് കോസ്മി ചോദിക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന ഒരു മറുപടിയായിരുന്നു ഇയാൾക്ക് പറയാനുണ്ടായിരുന്നത്. ഇൻസ്പെക്ടർ കോസ്മി, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ഈ ഒരു നാട് എത്രത്തോളം കറപ്റ്റഡ് ആണെന്ന്. ക്രിമിനൽസ്, കൊലപാതകൾ, റേപ്പിസ്റ്റുകൾ ധൈര്യമായിട്ട് എല്ലാ ക്രൈമും അവർ ചെയ്യുന്നു. ചോദിക്കാൻ ആരുമില്ല എന്ന ധൈര്യത്തില്. എന്താണ് അവരുടെ ആ ഒരു ധൈര്യത്തിന്റെ പിന്നിൽ കാരണം? ചോദിക്കാൻ ഒരാളില്ല, അത് തന്നെ. അങ്ങനെ ചോദിക്കാനായിട്ടുള്ള ഒരാളെ എനിക്ക് ഉണ്ടാക്കണം, ഒരു സൂപ്പർ ഹീറോയെ. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ കോസ്മി പറയാണ്, ഇതിനു വേണ്ടിയിട്ടായാലും നീ ചെയ്തത് മഹാമോശമായിട്ടുള്ള കാര്യമാണ്. ഡേവിഡിനെ ചെറിയ പ്രായത്തിൽ അവന്റെ അച്ഛനും അമ്മയും നഷ്ടമായിട്ടില്ലേ, നീയല്ലേ അവരെ കൊന്നത്. ഇത് കേട്ട സമയത്ത് ഇയാള്, അതായത് ഈ ഡോക്ടർ കിടന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. നീ എന്ത് വിഡ്ഢിത്തരയി പറയുന്നത്? അത്രയും വർഷം മുന്നേ നടന്ന കാര്യത്തിൽ ഞാൻ എന്താക്കാനാണ്? ചുമ്മാ ആ ഒരു കേസ് ഫയലിൽ ആ ഒരു പേപ്പറിന്റെ കഷ്ണം ഞാൻ ചുമ്മാ കൊണ്ടുപോയി വെച്ചതാണ്. അതായത് ബാറ്റ്മാന്റെ ആ ഒരു സ്റ്റോറിയുമായിട്ട് അവന്റെ ലൈഫിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവന്റെ അച്ഛനെയും അമ്മയും കൊന്നത് ഞാനൊന്നുമല്ല. എനിക്ക് അവന്റെ ഉള്ളിലേക്ക് ഒരു സ്പാർക്ക് ഇട്ട് കൊടുക്കണമായിരുന്നു. അതിനാണ് ഞാനിത് ചെയ്തത്. ഇതേ സമയത്ത് തന്നെ കോസിം പറയുന്നുണ്ട്, വരുവോടാ, അവനിങ്ങോട്ടേക്ക് വരും. ആ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ നോർമയുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് കാരണം എന്തോ ഒരു സ്റ്റെക്കിങ് പോലെ. അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി നോർമയോടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയാണ്. നോർമ പുറത്തേക്ക് ഇറങ്ങിയതും ഡേവിഡ് കാർ എടുത്ത് ഒരേറ്റ പോക്കാണ്. ഒന്ന്, അവനോട് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. 2, നോർമയുടെ ജീവന് ഒരു കുഴപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പൊ ആ ഒരു ഭ്രാന്തനായിട്ടുള്ള ഡോക്ടറെ കാണിക്കുകയാണ്. ഇയാളുടെ മുന്നിൽ തന്നെ കോസ്മി ഉണ്ടല്ലോ. കോസ്മി പറയണം, അവൻ വരുവോടാ, ഡേവിഡ് വരും, നിന്നെ കൊന്നുകളയോടാ. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഡോക്ടർ പറയാണ്, എടോ എനിക്കും അത് തന്നെയാ വേണ്ടത്, അവൻ വരട്ടെ, എന്നെ കൊല്ലട്ടെ. പ്രൊഫസർ നൊവാറോ എന്ന ഈ സൂപ്പർ വില്ലനെ കൊല്ലാനായിട്ട് അവൻ വരട്ടെ, സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഡേവിഡ്. പക്ഷെ അവൻ ഒരിക്കലും അറിയാൻ പോകുന്നില്ല പ്രൊഫസർ നൊവാറോ എന്ന ആ ഒരു സൈക്കോപാത്ത് കില്ലർ അത് ഞാനാണെന്ന്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഗവൺമെന്റിന് കീഴിലുള്ള ഡോക്ടറായിട്ടുള്ള ഞാനാണെന്ന്. ഒരിക്കലും അവനത് അറിയാൻ പോകുന്നില്ല. അവൻ ഇങ്ങോട്ടേക്ക് വരും, ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അവൻ എന്നെ കൊന്നു കഴിയും. അതോടെ അവനൊരു സൂപ്പർ ഹീറോ ആയിട്ട് മാറും. എന്തൊക്കെ സംഭവം ഇവിടെ ഉണ്ടായാലും ചോദിക്കാൻ ധൈര്യമുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന കോസ്മി പറയാണ്, ഡോക്ടറെ ഭ്രാന്ത് പിടിച്ചതുപോലെ നിങ്ങൾ
ഇങ്ങനെ പെരുമാറില്ലേ, എന്തൊക്കെ ചെയ്താലും നിങ്ങൾ കൊന്നുകൂട്ടി ആ ഒരു ചെറുപ്പക്കാര് 24 വയസ്സേ ഉള്ളൂ ആ ചെറുപ്പക്കാരന്, അയാളെ വരെ നീ കൊന്നു കളഞ്ഞില്ലേ. ഇതേ സമയത്ത് തന്നെ ഈ ഡോക്ടർ ചോദിക്കുകയാണ്, പാവോ അവനോ, അവൻ ചെയ്തത് എന്താണെന്ന് നിനക്കറിയോ? 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നു കളഞ്ഞു. കൊല്ലണ്ടേ അവനെ, കൊല്ലണ്ടേ. അതുപോലെ ഞാൻ കൊന്ന ഓരോ ആൾക്കാരും ക്രിമിനൽസ് ആണ്, പക്ക ക്രിമിനൽസ്. 6 പേരെ ചുട്ടുകൊന്ന ഒരുത്തനുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാര്, വെപ്പൺസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാര്, ഒരുത്തനെയും ഒരു നല്ല മനുഷ്യനെയും ഞാൻ കൊന്നിട്ടില്ല. ഇവിടെ വെച്ച് നമ്മൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോവാണ്. ഒരു സൈക്കോപാത്ത് സീരിയൽ കില്ലർ എന്ന് വിളിച്ച പ്രൊഫസർ നൊവാറോ, അതായത് പ്രാന്തനായിട്ടുള്ള ഈ ഡോക്ടർ, ഇയാളുടെ ഉദ്ദേശം പക്ക പെർഫെക്റ്റ് ആണ്. ഒരു നല്ല മനുഷ്യനെ ഇയാളുടെ കൈകൊണ്ട് ഇതുവരെയായിട്ട് ഇയാൾ കൊന്നിട്ടില്ല. എന്തായാലും ഇയാളെ കൊല്ലാനായിട്ടും കീഴ്പ്പെടുത്താനായിട്ടും ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഡേവിഡ് വരും. മാത്രമല്ല വരുന്ന ഡേവിഡിന് ഇത് ഡോക്ടറാണെന്ന് മനസ്സിലാവാതിരിക്കാൻ ഈ ഭ്രാന്ത് പിടിച്ച ഡോക്ടർ ഇയാളുടെ ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പ്ലാൻസ് ഇത് അടിപൊളിയാണെങ്കിലും ഇയാളുടെ ചെയ്യുന്ന രീതി എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീംലി സൈക്കോപാത്തിക് ലെവലാണ്. എന്താ ഇയാൾ കാണിച്ചെന്ന് അറിയോ? ഇയാൾ ഈ ഡോക്ടറാണെന്ന് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആസിഡിന്റെ ഡപ്പയിലേക്ക് ഇയാളുടെ തലയിട്ട് അങ്ങോട്ട് മുക്കുകയാണ്. മുഴുവൻ സ്കിന്ന് ഒലിച്ചിറങ്ങി പോകുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു മുഖംമൂടി, കാക്ക മുഖംമൂടി ഉണ്ടല്ലോ, ഇതിട്ട് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ട് നമ്മുടെ ഡേവിഡ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഗൺ പോയിന്റിൽ തന്നെ പ്രൊഫസർ നൊവാറോ എന്ന ഈ സൂപ്പർ വില്ലൻ ഇപ്പോൾ നമ്മുടെ കോസ്മിയെ നിർത്തിയിരിക്കുകയാണ്. നീ അടുത്തേക്ക് വന്നാൽ ഞാൻ ഈ കോസ്മിയെ വെടിവെച്ച് കൊന്നു കളയുന്നുണ്ട് ഡേവിഡിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡേവിഡ് ഉണ്ടല്ലോ തോക്ക് താഴെ വെക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് പ്രൊഫസർ നൊവാറോ വിചാരിക്കണം, അല്ല ഇതെന്താ, ഞാൻ പറഞ്ഞപ്പോഴേക്കും നീ തോക്ക് താഴെ വെച്ചോ, നിനക്ക് അത്ര ധൈര്യമുള്ളൂ, എന്നാ പിന്നെ ധൈര്യം ഒരു ഇച്ചിരി കൂടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച്, അതായത് ഡേവിഡിനെ മുന്നിൽ വെച്ചിട്ട് ഈ ഡോക്ടർ ഉണ്ടല്ലോ കോസ്മിയെ വെടി വെച്ച് കൊന്നുകളയാണ്. ഇപ്പൊ ഒന്നും നോക്കാതെ ഡേവിഡ് വെടിയേറ്റ് കിടക്കുന്ന കോസ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് കേട്ടോ. അതായത് ഡോക്ടർ ചെയ്ത ഏറ്റവും മോശമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ഇത് മാത്രമാണ്. മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഈ വൃദ്ധന്റെ അടുത്തേക്ക് നമ്മുടെ ഡേവിഡ് വന്നു. ശരിക്കും സ്വന്തം അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്ന പോലെ ആ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഡേവിഡിന് ഇപ്പൊ തോന്നുന്നത്. അതുപോലെ തന്നെ മരണസമയത്ത് കോസ്മി ഇപ്പൊ നമ്മുടെ ഡേവിഡിനെ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മൂത്ത മകനുണ്ടല്ലോ സേവി, അവന്റെ ആ ഒരു മുഖമാണ് ഓർമ്മ വരുന്നത്. ആ ഒരു മുഖം കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ മരണപ്പെടുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഡേവിഡിന്റെ ഉള്ളിൽ അത്രയും വേദന വരികയാണ്, സ്വന്തം അച്ഛൻ മരിച്ച ആ ഒരു വേദന. ഇതിനുശേഷം ഡേവിഡിന് ശരിക്കും ഭ്രാന്തളകയാണ്. ഇയാളെ, അതായത് ഈ ഭ്രാന്തനെ, സൈക്കോപാത്തിനെ കൊന്നേ അടങ്ങുള്ളൂ എന്ന ആ ഒരു എന്താ പറയുക ദൃഢ നിശ്ചയത്തിൽ കേട്ടുന്നിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. നല്ല പെട്ട കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡോക്ടറും കട്ടക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവന് സംശയം തോന്നാൻ പാടില്ല. എന്തായാലും ഒരു ഘട്ടത്തിൽ ഈ മുഖം മൂടി നമ്മുടെ ഡേവിഡ് ഊരി മാറ്റി നോക്കുന്നുണ്ട് ഇവൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ സെറ്റിൽ തലയിട്ട് മുക്കിയത് കൊണ്ട് തന്നെ ഒരുമാതിരി അളിഞ്ഞൊരു കോലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡേവിഡിന് ഇതാരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോ ഈ ഡോക്ടർ പറയാണ്, എന്നെപ്പോലും ഒരുപാട് ചെകുത്താന്മാർ ഈ ഭൂമിയിൽ ഇനിയുണ്ടാ. ഞാൻ നശിച്ചു എന്ന് കരുതിയിട്ട് ഇതിവിടെ തീരാൻ പോകുന്നില്ല. ഈ ലോകത്ത് നാശങ്ങൾ കൊണ്ടുവരാനായിട്ട് എന്നെപ്പോലുള്ള ചെകുത്താന്മാർ ഇനിയുണ്ടാവും. ചോദിക്കാനും പറയാനും ഒരുത്തം പോലും വരില്ലടാ. ഇത് കേട്ട് കലിയിളകിയ നമ്മുടെ ഡേവിഡ് വീണ്ടും ഫൈറ്റ് ചെയ്യാണ് കേട്ടോ. എന്നാൽ ഈ ഫൈറ്റിന്റെ ഇടയിൽ അടി കൊണ്ട് തെറിച്ച് വീഴുന്നത് പോലെ ഡോക്ടർ ഉണ്ടല്ലോ മനഃപൂർവ്വം ഒരു തിണ്ടിന്റെ മുകളിൽ താഴേക്ക് വീഴുകയാണ്. എന്നിട്ട് ഒരു കമ്പിയിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഡോക്ടറുടെ പ്ലാനാണ്. ഇപ്പൊ ഡോക്ടർക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ കൺഫേം ചെയ്യണം. ഇയാൾ പ്ലാൻ ചെയ്തതുപോലെ ഡേവിഡ് ഒരു സൂപ്പർ ഹീറോ ആയോ ഇല്ലയോ എന്ന്. ഈ ഡോക്ടർ പറയാണ്, ഞാൻ തോറ്റു, എന്നോട് ക്ഷമിക്ക്, എന്നെ രക്ഷപ്പെടുത്ത്, എന്നെ പിടിച്ചു കയറ്റി എന്നൊക്കെ അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇപ്പൊ ഡേവിഡ് പറയാണ്, നിന്നെ പോലെയുള്ള ചെകുത്താന്മാരെ രക്ഷപ്പെടുത്താനായിട്ട് ഞാനൊരു മാലാഖിയൊന്നുമല്ലടാ, ഞാനൊരു പോലീസും അല്ലേ, ഇപ്പോ ഞാനൊരു സൂപ്പർ ഹീറോ ആണ്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫസറിനെ ചാവട്ടി താഴെ കിടുകയാണ്. പ്രൊഫസർ ഓൾറെഡി അവിടെ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു കെമിക്കലിന്റെ വെള്ളത്തിലേക്ക് ഇയാൾ ചെന്ന് വീഴുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഇയാളുടെ ആ ഒരു ബോഡി നശിച്ച് ഒരു തെളിവില്ലാതായിട്ട് മാറുകയാണ്. അതായത് ഒരിക്കലും ആരാണ് പ്രൊഫസർ നൊവാറോ എന്ന ആ ഒരു സൈക്കോപാത്ത്, അതാരാണെന്ന് ഒരിക്കലും ആർക്കും കണ്ടുപിടിക്കാനേ കഴിയില്ല. അതറിയുന്ന ഏക വ്യക്തി നമ്മുടെ കോസ്മിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെയും നമ്മുടെ ഈ ഒരു ഡോക്ടർ കൊന്നു കളഞ്ഞു. എന്തായാലും കോസ്മിയുടെ ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. ഒരുപാട് വിഷമത്തിൽ ജോർജ് ഉണ്ട്. എന്തായാലും അവന്റെ കൂടെ കട്ടക്കായിട്ട് തന്നെ ഡേവിഡ് ഉണ്ട്. അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറ്റക്കായ ഞാൻ ഉണ്ടാവുമെന്നൊക്കെ. അങ്ങനെ പയ്യെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോകണം. എന്നാലും ഇവിടെ ഒരു ചോദ്യമുണ്ട്, ആരാണ് നാടിനെ വിറപ്പിച്ച ആ ഒരു സൈക്കോപാത്ത് പ്രൊഫസർ നൊവാറോ? അത് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം, പക്ഷേ ഡേവിഡിനും ആ ലോകത്തുള്ള ഈ കഥയുടെ ലോകത്തുള്ള ആർക്കും ഈ കാര്യം അറിയില്ലല്ലോ. മാത്രമല്ല ഈ ഇടക്ക് ഡോക്ടറിനെയും മിസ്സായിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ ശരിക്കും അയാൾ തന്നെയാണല്ലോ ഈ നൊവാറോ. അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് ഏക വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഫസർ നൊവാറോ താമസിച്ചിരുന്നത് എവിടെയാണ്? വിക്ടർ എന്ന് പറഞ്ഞ ആ ഒരു പൈസക്കാരന്റെ വീട്ടിലാണ് 4 വർഷമായിട്ട്. 4 വർഷം മുന്നേ തന്നെ വിക്ടറിനെ ഇയാൾ കൊന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെയായിരിക്കും പ്രൊഫസർ നൊവാറോയുടെ ആ ഒരു താവളം ഉണ്ടാവുക. നേരെ ആ ഒരു വീട്ടിലേക്ക് ഡേവിഡ്, നോർമയും ജോർജ് എത്തുകയാണ്. എന്നെ എത്ര തപ്പിയിട്ടും അവിടെ വെച്ച് ഒരു ക്ലൂവും ലഭിക്കുന്നില്ല. ഇതിന്റെ ഇടയിൽ നമ്മുടെ ജോർജ് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ ഒരു ഡോറ് തുറന്നു വരുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഇവർ 3 പേരും കയറി ചെന്ന് നോക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോവാണ്. ഒരുപാട് ടെക്നോളജി ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ്, ഒരുപാട് സ്ക്രീനുകളൊക്കെ അവിടെ ഉണ്ട്. അതായത് നമ്മുടെ ബാറ്റ്മാൻ മൂവിയിൽ കാണുന്നില്ലേ, അതേ പരിപാടി തന്നെ. ഈ സിറ്റിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ റൂമിൽ ഇരുന്നുകൊണ്ട് ഇവർക്ക് മനസ്സിലാക്കാം. അതുപോലെ ഒരുപാട് കാശും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഡേവിഡ്, നോർമ, ജോർജ് ഇവരൊക്കെ വിചാരിക്കുകയാണ് ആ ഒരു സൈക്കോപാത്ത് അവന്റെ ആ ഒരു കാര്യങ്ങൾ ശരിക്കും പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചത്. എന്തായാലും ഈ ഒരു സിസ്റ്റം ഇനി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കാതിരിക്കാൻ വേണ്ടി അതിനുള്ള പൈസയും ഇവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഇവര് വിചാരിച്ചതാണോ സത്യം? സത്യം എന്താണ്? ഇതൊക്കെ ഇവർക്ക് വേണ്ടി, ഇങ്ങനെ ഒരു കാര്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഡോക്ടർ പ്ലാൻ ചെയ്ത് വെച്ചുണ്ടാക്കിയതാണ് ഇങ്ങനൊരു
സ്ഥലം തന്നെ. എന്തായാലും നമ്മുടെ ഡോക്ടറിന്റെ മാസ്റ്റർ പ്ലാൻ എന്തായാലും ഡോക്ടർ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് ഒരു സൂപ്പർ ഹീറോ ആയി മാറിക്കഴിഞ്ഞു. ഇനി ഒരിക്കലും ഈ നഗരത്തിൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഒരുത്തനും പേടിയില്ലാതെ ചെയ്യില്ല. ചെയ്താൽ ചോദിക്കാൻ ആളുണ്ട്. എങ്ങനെയുണ്ട് ഈ കഥ? ഇത്രയും കാണിച്ചു കൊണ്ടാട്ടോ കഥ തീരുന്നത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സും കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ ഡോക്ടറിന്റെ ആ ഒരു പ്ലാൻ ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതാണ് ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞത്. ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ആരാണ് ഈ കഥയിലെ യഥാർത്ഥ സൂപ്പർ ഹീറോ? കമന്റ് ബോക്സിൽ പറ. അപ്പോൾ ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനലിന്റെ കാര്യം മറക്കണ്ട, ഒന്ന് കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ചാനലിൽ വരുമാനമൊന്നുമില്ല, നിങ്ങൾക്ക് എന്താ പറയാ മിസ്സാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചാനൽ ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി കണ്ടന്റിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല സ്റ്റോറി തന്നെ ഇതിലിടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. രണ്ടാമത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.